മറ്റു വാർത്തയിലേക്ക് സർക്കാർ വിരുദ്ധ പ്രചാരണങ്ങളുടെ നയരൂപീകരണ ചുമതല ശശി തരൂരിനെ ഏൽപ്പിച്ച കോൺഗ്രസ് നേതൃത്വം. നിയമസഭയിൽ സർക്കാരിനെതിരായ കടന്നാക്രമണത്തിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഒന്നിച്ച് നേതൃത്വം നൽകും. കേരളത്തിലെ ഭരണം തിരിച്ചുപിടിക്കാനുള്ള AICCയുടെ കർമ്മ പദ്ധതിയിലാണ് നിർണായക തീരുമാനം വന്നത്. ഇടത് സർക്കാരിന്റെ ഭരണപരാജയം തുറന്നുകാട്ടാൻ സഭയ്ക്കകത്തും പുറത്തും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്താനാണ് KPCC നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഇടത് സർക്കാരിന്റെ ഭരണപരാജയങ്ങൾ തുറന്നു കാട്ടുന്നതിനും യുവാക്കൾ, കന്നി വോട്ടർമാർ, മത സാമൂഹിക സംഘടനകൾ തുടങ്ങിയവരുമായി ഇടപെടുന്നതിനും ബഹുമുഖ കർമ്മ പദ്ധതിയാകും AICC നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ KPCC നടപ്പിലാക്കുക. ഒരേ സമയം LDF സർക്കാരിന്റെ വ്യവസായ, തൊഴിൽ, സാമ്പത്തിക മേഖലകളിലെ നുണപ്രചരണങ്ങൾ തുറന്നുകാട്ടിയും കോൺഗ്രസിന്റെ നിക്ഷേപ, തൊഴിൽ അനുകൂല നിലപാടുകൾ ഉയർത്തിക്കാട്ടിയുമുള്ള പ്രചാരണത്തിന് ശശി തരൂർ MP നേതൃത്വം നൽകും. ഈ രംഗങ്ങളിലെ പാർട്ടിയുടെ നയരൂപീകരണത്തിലും തരൂർ സജീവമാകും. തരൂരിന്റെ നിലപാടുകൾ ഉയർത്തിക്കാണിച്ച് കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കാൻ ശ്രമിച്ച ഇടതു മുന്നണിക്കുള്ള മറുപടി കൂടിയാകും ശശി തരൂരിന്റെ പുതിയ ദൗത്യം. LDF സർക്കാരിന്റെ സാമ്പത്തിക ദുർവിനിയോഗം, ഭരണകൂട ധാർഷ്ട്യം, നയപരാജയങ്ങൾ എന്നിവ തുറന്നുകാട്ടിക്കൊണ്ട് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും നിയമസഭയിൽ ഏകോപിത ആക്രമണത്തിന് നേതൃത്വം നൽകും. സുപ്രധാന വിഷയങ്ങളിൽ മറ്റ് മുതിർന്ന അംഗങ്ങളുടെ ഇടപെടലും ഉറപ്പുവരുത്തും. സഭയ്ക്കുള്ളിൽ പൊതുജനങ്ങളുടെ ആശങ്കകൾ നേരിട്ടുന്നയിക്കാൻ നിയമനിർമ്മാണ അവസരങ്ങളും പരമാവധി ഉപയോഗിക്കും. സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന് KPCC പ്രസിഡന്റ് K സുധാകരൻ, മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ, മുതിർന്ന നേതാക്കൾ എന്നിവരുമായി വസതികളിലെത്തി കൂടിക്കാഴ്ച നടത്തും. പ്രധാന തീരുമാനങ്ങളിലും അടിത്തട്ടിൽ പാർട്ടിയെ ചലിപ്പിക്കുന്നതിനും മുൻ അധ്യക്ഷന്മാർ അടക്കമുള്ളവരുടെ നേതൃപരിചയം ഉപയോഗപ്പെടുത്തും. പാർട്ടിയുടെ താഴെത്തട്ടിലെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനായി ബൂത്ത് മണ്ഡലം കമ്മിറ്റികളുടെ പ്രവർത്തനവും ഊർജ്ജസ്വലമാക്കും. ഡിജിറ്റൽ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ട്രെൻഡ് സെറ്റിംഗ് എന്ന ആശയവും നടപ്പിലാക്കും. യുവാക്കളെയും നവ വോട്ടർമാരെയും ലക്ഷ്യമാക്കിയുള്ള സമൂഹ മാധ്യമ ക്യാമ്പയിനുകൾ സജീവമാക്കാനും യുവ നേതാക്കൾക്ക് AICC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. ഡാൻ കുര്യൻ തന്നെ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും തരൂരിന് തന്ത്രപ്രധാന ചുമതലയാണ് നൽകിയിരിക്കുന്നത്. ലക്ഷ്യം അത് ഭരണം തിരിച്ചു പിടിക്കുക എന്നത് മാത്രമല്ലേ AICCയുടെ കർമ്മ പദ്ധതി, അല്ലേ ഡാൻ? ഭവ്യ, 2026 കോൺഗ്രസിനെ സംബന്ധിച്ച് അഭിമാന പോരാട്ടം എന്നതിനപ്പുറത്തേക്ക് ജീവൻ മരണ പോരാട്ടമാണ്. ഒരു തവണ കൂടി പ്രതിപക്ഷത്തിരിക്കേണ്ട ഒരു സാഹചര്യം കോൺഗ്രസ് നേതൃത്വത്തിന് ആലോചിക്കാൻ കൂടി വയ്യ. അത് സംഘടനാ തലത്തിൽ ആത്മഹത്യാപരമായ അവസ്ഥയിലേക്ക് കോൺഗ്രസിനെ എത്തിക്കുമെന്നൊരു വിലയിരുത്തൽ ദേശീയ നേതൃത്വത്തിന് ഉൾപ്പെടെയുണ്ട്. സാധാരണയായി തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സമയത്ത് മാത്രം, തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുമ്പോൾ മാത്രമാണ് സ്ഥാനാർത്ഥികൾ ആരൊക്കെയാകണം, പ്രചാരണം എങ്ങനെ വേണം എന്ന കാര്യത്തിലൊക്കെ കോൺഗ്രസിൽ വിശദമായ ചർച്ചകൾ നടക്കുക. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. കൃത്യം ഒരു വർഷം മുമ്പ് തന്നെ AICC നേതൃത്വത്തിന്റെ കൃത്യമായ ഇടപെടൽ ഈ വിഷയങ്ങളിൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. സംസ്ഥാനത്തു നിന്നുള്ള മുതിർന്ന നേതാക്കളുമായി കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് ഈ കർമ്മ പദ്ധതിയുമായി AICC രംഗത്തെത്തിയിരിക്കുന്നത്. ആ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നിയമസഭയിൽ അടക്കം LDF സർക്കാരിനെതിരെ, സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ, സർക്കാരിന്റെ ഭരണ പരാജയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലൊക്കെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഒരുമിച്ച് നടത്തുന്ന കടന്നാക്രമണങ്ങൾ എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതായത് ഒരാൾ ഒറ്റയ്ക്കല്ല, ഒരു കൂട്ടം നേതാക്കൾ ഒരുമിച്ച് നിന്ന് പാർട്ടിയെ നയിക്കുകയാണ് എന്ന ഒരു സന്ദേശം സാധാരണ പ്രവർത്തകരിലേക്ക് എത്തിക്കണമെന്നാണ് AICC മുമ്പോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൂട്ടായ നേതൃത്വം സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടാനായി പാർട്ടിയെ സജ്ജമാക്കാനുള്ള നിർദ്ദേശം അവർക്ക് കൈമാറുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, ശശി തരൂർ നടത്തിയ പ്രസ്താവനകൾ, അദ്ദേഹത്തിന്റെ ലേഖനത്തിലെ പരാമർശങ്ങളൊക്കെ കോൺഗ്രസിനെതിരെ വലിയ തരത്തിൽ ആയുധമാക്കി മാറ്റാനുള്ള നീക്കം LDF നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഒരു ഘട്ടത്തിൽ തരൂർ കോൺഗ്രസ് വിട്ടേക്കുമോ എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ വരെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ പ്രചരിച്ചു. അതിനിടയിലാണ് രാഹുൽ ഗാന്ധി തരൂരുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. അപ്പോൾ തന്നെ കോൺഗ്രസിന്റെ ഒരു നിർണായകമായ പദവിയിലേക്ക് ശശി തരൂർ എത്തിയേക്കുമെന്ന വിവരങ്ങൾ നമ്മൾ തന്നെയാണ് പുറത്തുവിട്ടത്. അതിന് പിന്നാലെയാണ് മുതിർന്ന നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സർക്കാരിന്റെ ഭരണവിരുദ്ധ പ്രചാരണം, സർക്കാരുമായി ബന്ധപ്പെട്ട ഭരണവിരുദ്ധ പ്രചാരണത്തിന്റെ ചുക്കാൻ
തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് അതിന് നേതൃത്വം നൽകാൻ ശശി തരൂരിനെ പാർട്ടി ഏൽപ്പിക്കുന്നു എന്ന ഒരു നിർണായകമായ തീരുമാനമെത്തുന്നത്. അവിടെ അതിന്റെ നയരൂപീകരണത്തിലടക്കം ശശി തരൂരിനായിരിക്കും നിർണായകമായ പങ്ക്. അതോടൊപ്പം രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും നിയമസഭയ്ക്കുള്ളിൽ സർക്കാരിനെതിരെ കടന്നാക്രമണം നടത്തും. ഡബിൾ പഞ്ച് എന്ന വാക്കാണ് AICC ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഡബിൾ പഞ്ചിങ്, നിയമസഭയിൽ ഡബിൾ പഞ്ച് സർക്കാരിനെ ഏൽപ്പിക്കുന്ന വലിയ പ്രഹരം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്താനാണ് മുൻ പ്രതിപക്ഷ നേതാവിനും നിലവിലെ പ്രതിപക്ഷ നേതാവിനും നൽകിയിരിക്കുന്ന നിർദ്ദേശം. അങ്ങനെയാണെങ്കിൽ ഈ തരൂരിന്റെ മുൻ നിലപാടുകളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാർട്ടിയെ വെട്ടിലാക്കാൻ ശ്രമിച്ച ഇടതുമുന്നണിക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഈ ഒരു തന്ത്രപ്രധാനമായ നീക്കം, അല്ലെങ്കിൽ തരൂരിന്റെ പുതിയ ചുമതല എന്ന് പറയാമല്ലേ? അതായത് ഈ പോഡ്കാസ്റ്റിൽ അദ്ദേഹം നൽകിയ അഭിമുഖവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉദ്ദേശിക്കാത്ത കാര്യങ്ങളാണ് പത്രത്തിൽ, ദേശീയ മാധ്യമത്തിൽ അച്ചടിച്ച് വന്നത് എന്ന് അദ്ദേഹം തന്നെ പരസ്യമായി സമൂഹ മാധ്യമത്തിൽ ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് തൊട്ട് തലേ ദിവസം രാത്രിയിൽ പോസ്റ്റ് ഇടുന്നു. പത്രം തന്നെ ഒരു അച്ചടിപ്പിശക് സംഭവിച്ചിട്ടുണ്ട്, അർത്ഥം മാറിയാണ് അവിടെ നൽകിയത് എന്ന തരത്തിൽ പത്രം വിശദീകരണമായി രംഗത്തെത്തുന്നു. അങ്ങനെ കോൺഗ്രസ് നേതൃത്വത്തെ ആഴ്ചകളോളം വെട്ടിലാക്കിയ വിവാദങ്ങൾ തൽക്കാലത്തേക്കെങ്കിലും കെട്ടടങ്ങുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതിന് പിന്നാലെയാണ് ശശി തരൂരിനെ പാർട്ടിയുടെ നേതൃനിരയിൽ സജീവമാക്കുന്നതിനുള്ള ഒരു ഇടപെടൽ ദേശീയ നേതൃത്വത്തിന്റെയും സംസ്ഥാന നേതൃത്വത്തിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. നമുക്കറിയാം, ആദ്യ ലേഖന വിവാദം ഉണ്ടായതിന് പിന്നാലെ രൂക്ഷമായ വിമർശനമാണ് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾ ഒറ്റക്കെട്ടായി ശശി തരൂരിനെതിരെ നടത്തിയത്. പക്ഷേ രണ്ടാമത് അതിനേക്കാൾ വിമർശനം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് തരൂരിന്റെ പേരിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ വളരെ കരുതലോടെയായിരുന്നു, പക്വതയോടെയായിരുന്നു നേതാക്കളുടെ പ്രതികരണം. അതുതന്നെ ഹൈക്കമാൻഡ് നേതൃത്വത്തിന്റെ കൃത്യമായ ഇടപെടലിന്റെ പ്രതിഫലനമായി തന്നെയാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. അതിന് പിന്നാലെയാണ് സംസ്ഥാന നേതൃത്വവുമായി ദേശീയ നേതൃത്വം ചർച്ച നടത്തുന്നത്. അപ്പോഴാണ് നിർണായകമായ ഒരു കർമ്മ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. ഇനി നമ്മളിപ്പോൾ തന്നെ സൂചിപ്പിച്ചു, ലക്ഷ്യം അതൊന്നു മാത്രമേ ഉള്ളൂ, അത് ഇനി അടുത്ത ഭരണമാണ്, ആ ഭരണം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനമെന്ന് നമ്മൾ പറഞ്ഞു. ഏറ്റവും പ്രധാനമായി നമുക്കറിയാം, ശശി തരൂരിന് താഴെത്തട്ടിലെ പ്രവർത്തകർക്കിടയിൽ പോലും വലിയ സ്വാധീനമുണ്ട്. ഏറ്റവും പ്രധാനമായി യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ് ശശി തരൂർ. അദ്ദേഹത്തിന് വാക്കുകൾ കേൾക്കാൻ ആളുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലേ ഒരു പക്ഷേ ഈ സർക്കാർ വിരുദ്ധ പ്രചാരണങ്ങളിലൊക്കെ ചുക്കാൻ പിടിക്കാൻ അല്ലെങ്കിൽ മുൻപിൽ നിൽക്കാൻ ശശി തരൂരിനെ തന്നെ പാർട്ടി നിയമിച്ചതല്ലേ? അല്ല, അവിടെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഒരു മധുര പ്രതികാരം തന്നെ ആയിരിക്കാം അത്. കാരണം തരൂരിനെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്തെത്തിയ മുഴുവൻ ഇടത് നേതാക്കൾക്കുമുള്ള ഒരു മറുപടിയായി മാറും. അതേ തരൂർ ആരെയാണോ പുകഴ്ത്തിയത് അവർക്കെതിരായ വിമർശനങ്ങളുടെ ചുക്കാൻ പിടിക്കാൻ തരൂരിനെ തന്നെ ഏൽപ്പിക്കുക എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ റിവെഞ്ചായി മാറുകയാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രതികാരം ആശയപരമായി നടപ്പിലാക്കാൻ തരൂരിനെ തന്നെ പാർട്ടി ചുമതല ഏൽപ്പിക്കുന്നതിലൂടെ അതിന്റെ സ്വാധീനം താഴെത്തട്ടിലേക്ക്, അതായത് കോൺഗ്രസ് വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് രാഷ്ട്രീയ അനുഭാവമുള്ള മറ്റ് പാർട്ടികളിലെ ആളുകളുടെ വോട്ടുകൾ കൂടി സമാഹരിക്കാനായാൽ മാത്രമേ UDFന് അധികാരത്തിൽ തിരികെ എത്താൻ കഴിയുമെന്ന ആശയം ആദ്യഘട്ടം മുതൽ ആവർത്തിക്കുന്നത് ശശി തരൂരാണ്. അതേ തരൂരിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അത്തരത്തിലുള്ള കോൺഗ്രസിന് അപ്പുറത്തേക്ക് നിർത്തുന്ന വോട്ട് ബാങ്കുകൾ കൂടി ആ പാർട്ടിയിലേക്ക് സ്വാധീനിക്കുന്നതിനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് നേതൃത്വം എത്തിയിരിക്കുന്നത് വേണം മനസ്സിലാക്കാൻ. അപ്പോഴും ഒരു അവ്യക്തത കോൺഗ്രസ് ആണ്. നമുക്കറിയാം, ആര് മുന്നിൽ നിന്ന് നയിച്ചാലും മുഖ്യമന്ത്രി ആരാകുമെന്ന തരത്തിലുള്ള വലിയ അഭ്യൂഹങ്ങളും ചർച്ചകളുമൊക്കെ പരക്കും. പക്ഷേ ഇവിടെ കൃത്യമായ ഇടപെടൽ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. ഒരു നേതാവിനെയും ഉയർത്തിക്കാണിച്ചുകൊണ്ടായിരിക്കില്ല തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. തെരഞ്ഞെടുപ്പിനെ കൂട്ടായ നേതൃത്വം നേരിടും. അതിനുശേഷം ഹൈക്കമാൻഡ് ആയിരിക്കും ആര് അധികാരം ലഭിച്ചാൽ കോൺഗ്രസിനെ UDFനെ നയിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡ് ആയിരിക്കുമെന്ന നിർദ്ദേശമാണ് നേതാക്കൾക്ക് മുഴുവൻ നൽകിയിരിക്കുന്നത്. ആ പശ്ചാത്തലത്തിലാണ് മുൻ KPCC അധ്യക്ഷന്മാരെ അടക്കം വസതികളിലെത്തി കൂടിക്കാഴ്ച നടത്തി പാർട്ടിയിൽ അവരെ കൂടി സജീവമാക്കുന്നതിനുള്ള നീക്കം KPCC അധ്യക്ഷന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അദ്ദേഹം ഇന്നോ നാളെയോ മുൻ KPCC അധ്യക്ഷൻ VM സുധീരനുമായും കൂടിക്കാഴ്ച നടത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ശരി, ഡാൻ കുര്യനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. വളരെ വേഗം തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് ഇന്ന് ദേശാഭിമാനിയുടെ എഡിറ്റ് പേജിൽ മുഖ്യമന്ത്രിയുടെ ലേഖനം വന്നിരിക്കുന്നത്. പല സംസ്ഥാനങ്ങളിലും ബി ജെ പി അധികാരത്തിൽ എത്തിച്ചത് കോൺഗ്രസ് ആണ്. ഇല്ലാത്ത ശക്തിയുണ്ടെന്ന് കാട്ടി മതനിരപേക്ഷ വോട്ടുകളെ കോൺഗ്രസ് ഭിന്നിപ്പിച്ചു. ദില്ലിയിലെ BJP വിജയത്തിന് കാരണം കോൺഗ്രസ് ആണെന്ന് പറയുക മാത്രമല്ല, യഥാർത്ഥ മതനിരപേക്ഷ പാർട്ടികൾക്ക് എങ്ങനെയാണ് കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയുക എന്നൊരു ചോദ്യം, അത് ലീഗിനെ മുൻനിർത്തിയാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്. വിവരങ്ങളുമായി VV അരുൺ ചേരുന്നുണ്ട്.
അരുൺ, ഇന്ന് ഈ സമ്മേളനം തുടങ്ങാനിരിക്കെയാണ് BJPക്ക് മണ്ണൊരുക്കുന്ന കോൺഗ്രസ് എന്ന തലക്കെട്ടോടെ വളരെ രൂക്ഷമായ വിമർശനങ്ങളുമായി ലേഖനം വന്നിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ മുഖ്യമന്ത്രി പറയുന്നത്? കോൺഗ്രസിന് രൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രിയുടെ ലേഖനത്തിൽ ഉള്ളത്. BJPക്ക് മണ്ണൊരുക്കുന്ന കോൺഗ്രസ് പലപ്പോഴും മുഖ്യമന്ത്രി പ്രസംഗങ്ങളിലൊക്കെ പരാമർശിക്കുന്ന കാര്യമാണ്. പക്ഷേ അതിരൂക്ഷ വിമർശന രൂപത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഈ ദേശാമല ലേഖനത്തിൽ ഉള്ളത്. പ്രധാനമായും അദ്ദേഹം പറയുന്നത് പല സംസ്ഥാനങ്ങളിലും BJP അധികാരത്തിലെത്തിച്ചത് കോൺഗ്രസ് ആണ്. ഇല്ലാത്ത ശക്തി ഉണ്ടെന്ന് കാട്ടി മതനിരപേക്ഷ വോട്ടുകൾ കോൺഗ്രസ് ഭിന്നിപ്പിക്കുക. ഇതിന്റെ ഗുണം കിട്ടിയത് BJPക്കാണ്. ദില്ലിയിലെ BJP വിജയത്തിന് കാരണവും കോൺഗ്രസ് ആണ്. ഇക്കാര്യം ലീഗ് ആലോചിക്കണമെന്നാണ് മുഖ്യമന്ത്രി ലേഖനത്തിൽ വ്യക്തമാക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ലീഗും കൂടി ആലോചിക്കണം. യഥാർത്ഥ മതനിരപേക്ഷ പാർട്ടികൾക്ക് കോൺഗ്രസിനെ വിശ്വസിക്കാനാകുമോ എന്ന് മുഖ്യമന്ത്രി ലേഖനത്തിൽ ചോദിക്കുന്നു. മുസ്ലിം ലീഗിനെ പോലുള്ള പാർട്ടികൾ അത് ആലോചിക്കണം. കോൺഗ്രസിന്റെ വാക്ക് ഒരു വഴിക്കും പ്രവൃത്തി മറ്റൊരു വഴിക്കുമാണെന്ന് മുഖ്യമന്ത്രിയുടെ വിമർശനമുണ്ട്. സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് ഇത്തരമൊരു ലേഖനം ദേശാഭിമാനിയിൽ പിണറായി വിജയൻ എഴുതിയത്. VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രിയുടെ ലേഖനം. BJP അധികാരത്തിലെത്തിച്ചത് കോൺഗ്രസ് ആണെന്ന വിമർശനം തൊട്ട് എങ്ങനെയാണ് മതനിരപേക്ഷ പാർട്ടികൾക്ക് കോൺഗ്രസിനെ വിശ്വസിക്കാനാവുക എന്നും CPM സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ മുഖ്യമന്ത്രി ചോദിക്കണം. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് ഇന്ന് ദേശാഭിമാനിയുടെ എഡിറ്റ് പേജിൽ മുഖ്യമന്ത്രിയുടെ ലേഖനം വന്നിരിക്കുന്നത്. പല സംസ്ഥാനങ്ങളിലും BJP അധികാരത്തിലെത്തിച്ചത് കോൺഗ്രസ് ആണ്. ഇല്ലാത്ത ശക്തിയുണ്ടെന്ന് കാട്ടി മതനിരപേക്ഷ വോട്ടുകളെ കോൺഗ്രസ് ഭിന്നിപ്പിച്ചു. ദില്ലിയിലെ BJP വിജയത്തിന് കാരണം കോൺഗ്രസ് ആണെന്ന് പറയുക മാത്രമല്ല, യഥാർത്ഥ മതനിരപേക്ഷ പാർട്ടികൾക്ക് എങ്ങനെയാണ് കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയുക എന്നൊരു ചോദ്യം, അത് ലീഗിനെ മുൻനിർത്തിയാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്. വിവരങ്ങളുമായി VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഇന്ന് ഈ സമ്മേളനം തുടങ്ങാനിരിക്കെയാണ് BJPക്ക് മണ്ണൊരുക്കുന്ന കോൺഗ്രസ് എന്ന തലക്കെട്ടോടെ വളരെ തിരികെ വാർത്തയിലേക്ക്. ലഹരി ഉറവിടം തേടി പോലീസ്. സംസ്ഥാനത്ത് ലഹരി മാഫിയെ പൂട്ടാനുള്ള ഹണ്ടുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായി ലഹരി വിൽപ്പനക്കാരെ പിടികൂടിയിരുന്നു. പലയിടത്തും വൻതോതിൽ ലഹരി ശേഖരവും പിടികൂടി. വിദ്യാർത്ഥികൾക്ക് ലഹരി മരുന്ന് നൽകിയയാൾ ഇന്നലെ കൊച്ചിയിൽ പിടിയിലായിരുന്നു. പറവൂർ ഏലൂക്കര സ്വദേശി മുഹമ്മദ് നഫീസാണ് ഇന്നലെ പിടിയിലായത്. അതിഥി തൊഴിലാളികളെ കേന്ദ്രീകരിച്ച് പരിശോധന ശക്തമാക്കി. അതേസമയം സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന കൊലപാതകങ്ങൾക്കും ലഹരി വ്യാപനത്തിനുമെതിരെ UDF ഉപവാസ സമരവും ഇന്ന് നടക്കും. നോ ക്രൈം നോ ഡ്രഗ്സ് എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ഉപവാസം നടത്തുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യും. നവമി ദിനേശ് ചേരും കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. നവമി, ഇന്നലെ പ്രധാനമായും ഏലൂക്കര സ്വദേശിയായ മുഹമ്മദ് നഫീസ് കൊച്ചിയിൽ നിന്ന് പിടിയിലായിരുന്നു. വിദ്യാർത്ഥികൾക്ക് ലഹരി നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇയാളെ പിടികൂടിയത്. ഒരു നസീഫിൽ അടങ്ങുന്നില്ല. ഇതൊരു വലിയ ശൃംഖലയാണ്. ഇവരെ മൊത്തം പിടിച്ചാൽ മാത്രമേ നമ്മുടെ സമൂഹം, നമ്മുടെ വിദ്യാർത്ഥികളെ ഈ ലഹരിയിൽ നിന്ന് വിമുക്തി അവർക്ക് നേടിക്കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. എവിടെ എത്തി ഹണ്ട്? എന്താണ് വിശദാംശങ്ങൾ? വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ എക്സൈസിന്റെയും പോലീസിന്റെയും പരിശോധന, ഈ ലഹരി പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന അതിശക്തമായി തന്നെ തുടരുകയാണ്. രാത്രിയും പകലുമൊക്കെ പോലീസിന്റെ പെട്രോളിംഗ് ഒക്കെ ശക്തമായി തുടരുന്നുണ്ട്. സംശയാസ്പദമായ സാഹചര്യത്തിലുള്ള നിൽക്കുന്ന ആളുകളെയൊക്കെ പിടികൂടി അവരെ പരിശോധിക്കാനുള്ള രീതിയിലേക്കാണ് പരിശോധനകൾ നീളുന്നത്. ഒപ്പം ഈ ലഹരി വിൽപ്പന നടത്തുന്നു എന്നുള്ള രഹസ്യവിവരത്തെ തുടർന്നൊക്കെ പരിശോധന ആ രീതിയിലുമൊക്കെ പോലീസിന്റെയും എക്സൈസിന്റെയും ഭാഗങ്ങളിൽ ശക്തമായി തുടരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ജില്ലയിലെ പലയിടങ്ങളിൽ നിന്നും ഇത്തരത്തിൽ ലഹരി കൈമാറ്റം ചെയ്യുന്ന, ലഹരി ഉപയോഗിക്കുന്നവരെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഏറ്റവും ഒടുവിലായി ആലുവയിൽ നിന്നുള്ള ലഹരി കേസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ 6 ഒഡീഷ സ്വദേശികളാണ് പിടിയിലായിരിക്കുന്നത്. 4 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശിയായ മമത ഡിങ്കലിനെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഒപ്പം 1 കിലോ ഹാഷിഷ് ഓയിലുമായി 5 ഒഡീഷ സ്വദേശികളും പിടിയിലായിട്ടുണ്ട്. ഇവർ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ആണോ കേരളത്തിലേക്ക്, ഇത്തരത്തിൽ കൊച്ചിയിലേക്ക്, പ്രത്യേകിച്ച് കൊച്ചിയിലേക്ക് ഈ ലഹരി കടത്തിയതെന്ന് പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. ഒപ്പം ഇവർ ആർക്കൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, സ്ഥിരം ഇവരിൽ നിന്നും ലഹരി വാങ്ങുന്നവരുണ്ടോ, അല്ലെങ്കിൽ ആരിൽ നിന്നാണ് ഇവർ ഈ ലഹരി വാങ്ങിയത് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്.
പ്രധാനമായും സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾക്കാണ് ഇവർ ഏറ്റവും കൂടുതൽ ലഹരി നൽകുന്നത്. വിദ്യാർത്ഥികളെയാണ് ഇവർ ഈ ലഹരി കൈമാറ്റം ചെയ്യുന്നതിന് ഒരു മീഡിയേറ്ററായി പ്രവർത്തിപ്പിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണ് പോലീസിന്റെ നിരീക്ഷണത്തിലും പരിശോധനയിലും ഒക്കെ മനസ്സിലായത്. ഒപ്പം ഭവ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ പറവൂർ സ്വദേശി ഏലൂക്കര സ്വദേശി മുഹമ്മദ് നഫീസിനെ പിടികൂടിയിരുന്നു. 4.2 കിലോ MDMA അത് വിദ്യാർത്ഥികൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നതെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയാണ് ഹനീഫിനെ ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലായത്. ഒപ്പം ഇയാളുടെ കയ്യിൽ നിന്നും ഈ ലഹരി തൂക്കി വിൽക്കുന്നതിന് ഉപയോഗിക്കുന്ന മെഷീനും മറ്റും സാധനങ്ങളും കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അതിഥി തൊഴിലാളികളെ കേന്ദ്രീകരിച്ചും പോലീസിന്റെ വലിയ രീതിയിൽ പരിശോധന നടക്കുകയാണ്. കാരണം ഈ നമുക്കറിയാം പെരുമ്പാവൂർ ഭാഗങ്ങളാണ് ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികൾ ഉള്ളത്. പലപ്പോഴും അവിടെ നിന്ന് പോലീസിന് പരാതി ലഭിച്ചിട്ടുണ്ട്. ഇവർ വലിയ രീതിയിൽ ലഹരി കച്ചവടം നടത്തുന്നുണ്ട്. ഇവർ നാട്ടിൽ നിന്നും തിരിച്ച് കേരളത്തിലേക്ക് വരുമ്പോൾ ലഹരി കൊണ്ടുവരുന്നുണ്ട്. ട്രെയിനുകളിലും ബസ്സുകളിലും ഒക്കെ ആയിട്ട് ബണ്ട് കണക്കിനാണ് ലഹരി കേരളത്തിലേക്ക് എത്തിക്കുന്നതെന്ന് പലതവണ റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അടുത്തിടയ്ക്ക് നമ്മൾ കണ്ട വാർത്തകൾ അല്ലെങ്കിൽ കേൾക്കുന്ന വാർത്തകളിലെല്ലാം ലഹരി ഒരു വലിയ ഘടകമായി മാറുന്നുണ്ട്. ആക്രമണ സംഭവങ്ങളായിക്കോട്ടെ, കൊലപാതകങ്ങളായിക്കോട്ടെ, ലഹരി വലിയ രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. അതിൽ പ്രതിപക്ഷത്തിന്റെ അടക്കം അല്ലെങ്കിൽ പൊതുസമൂഹം അടക്കം പോലീസിനെ വലിയ രീതിയിൽ വിമർശിക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുമ്പോൾ തന്നെയാണ് ഈ ഒരു പരിശോധന ശക്തമാക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടി കൈക്കൊണ്ടിരിക്കുന്നത്. ശരി, നന്ദി. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. സമ്മേളന നഗരിയായി കൊല്ലം. CPM സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് കൊല്ലത്ത് കൊടിയുയരും. പതാക, കൊടിമര, ദീപശിഖ ജാഥകൾ വൈകിട്ട് ആശ്രാമം മൈതാനത്ത് സംഗമിക്കും. സ്വാഗത സംഘം ചെയർമാൻ KN ബാലഗോപാൽ പാർട്ടി പതാക ഉയർത്തും. പ്രതിനിധി സമ്മേളനം നാളെ പൊളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. 9-ന് പുതിയ കമ്മിറ്റിയെയും പാർട്ടി കോൺഗ്രസ് പ്രതിനിധികളെയും തെരഞ്ഞെടുത്ത് സമ്മേളനം സമാപിക്കും. സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് MP ഗോവിന്ദൻ തന്നെ തുടരും. BV അരുൺ ചേരുന്നു കൊല്ലത്ത് നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി. അരുൺ, ഗുഡ് മോർണിംഗ്. ഏതായാലും 30 വർഷങ്ങൾക്ക് ശേഷമാണ് കൊല്ലത്തേക്ക് സംസ്ഥാന സമ്മേളനം എത്തുന്നത്. സ്വാഭാവികമായും അക്ഷരാർത്ഥത്തിൽ ചെങ്കടലാകും കൊല്ലമെന്ന കാര്യത്തിൽ സംശയമില്ല. ശ്രദ്ധേയമായ വിവിധ വിഷയങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കും സമ്മേളനം എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായി പ്രായപരിധി, അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഈ സ്വകാര്യ സർവകലാശാല ബില്ല് തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ എന്ത് നിലപാടെടുക്കും എന്നും അറിയേണ്ടതുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഭവ്യ, നേരത്തെയൊക്കെ CPM-ന്റെ സമ്മേളനം എന്ന് പറയുമ്പോൾ സംഘടനാ കാര്യങ്ങൾ, രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മാത്രമുള്ളൊരു വേദി, പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പാർട്ടി നേടാൻ പോകുന്ന പ്രശ്നങ്ങൾ, എങ്ങനെ ഭരണം കൊണ്ടുപോകാം, അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന സംഘടനാ വിഷയങ്ങൾ മാത്രം ചർച്ച ചെയ്തൊരു ഒരു വേദിയായിരുന്നു CPM-ന്റെ സംഘടനാ സമ്മേളനങ്ങൾ. പക്ഷേ ഇന്ന് അതിൽ സംഘടനാ വിഷയങ്ങൾക്ക് തുല്യ പ്രാധാന്യം നൽകി CPM മറ്റൊരു കാര്യം കൂടി സമ്മേളനങ്ങളിൽ ചർച്ചയാക്കുന്നുണ്ട്. അത് കേരള വികസനം എങ്ങനെ വേണം, എങ്ങനെ കേരളം മുന്നോട്ട് പോകണമെന്ന കാര്യം കൂടിയാണ്. എറണാകുളം സമ്മേളനത്തിലാണ് ഈ വികസനത്തിന്റെ ഒരു രേഖ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ചത്. അതിൽ വിശദമായ ചർച്ച ഒരു ദിവസം മുഴുവൻ CPM-ന്റെ സമ്മേളനം നടന്നു. കൊല്ലത്തും അതുതന്നെയാണ്. ഈ സംഘടനാ സമ്മേളനത്തിന്റെ അതേ പ്രാധാന്യത്തോടുകൂടി ഒരു വികസന രേഖ, കേരളത്തിന്റെ അടുത്ത 5 വർഷം എങ്ങനെയാകണം, അടുത്ത സർക്കാർ എങ്ങനെ പോകണമെന്നത് വ്യക്തമാക്കുന്ന രേഖയാണ് പിണറായി വിജയൻ അവതരിപ്പിക്കുക. അതായത് സംഘടനാ വിഷയങ്ങൾക്കൊപ്പം കേരള വികസനവും കൂടി ചർച്ച. അല്പസമയം മുമ്പ് KN ബാലഗോപാൽ, ഈ സ്വാഗത സംഘം ചെയർമാൻ കൂടിയായ ധനമന്ത്രി KN ബാലഗോപാൽ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇത് തന്നെയാണ്. രണ്ട് കാര്യങ്ങളും ഒരേപോലെ CPM ചർച്ച ചെയ്ത് മുന്നോട്ട് പോകും. അതാണ് ഈ സമ്മേളനങ്ങൾ ഇപ്പോൾ വ്യത്യസ്തമാക്കുന്നത്, സമ്മേളനത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. ഏതായാലും സമ്മേളനത്തിന്റെ ഒരുക്കങ്ങളെല്ലാം കൊല്ലത്ത് അവസാന വട്ട ഒരുക്കങ്ങളിലേക്കാണ് CPM കടക്കുന്നത്. ഞാനുള്ളത് ആശ്രാമ മൈതാനത്തിന്റെ, ഈ സമ്മേളനത്തിന്റെ പൊതുസമ്മേളന വേദിയായ ആശ്രാമ മൈതാനത്തിന്റെ മുന്നിലാണ്. ഇവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാകുന്നു. ഇന്ന് വൈകിട്ട് ദീപശിഖ, പതാക, കൊടിമര ജാഥകൾ ഇവിടെ സംഗമിക്കും. M സ്വരാജാണ് പതാക ജാഥയുടെ ക്യാപ്റ്റൻ. കയ്യൂർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് ഈ പതാക ജാഥ കഴിഞ്ഞ ദിവസം യാത്ര തുടങ്ങിയത്. അതിന്ന് വൈകുന്നേരം ഈ ആശ്രാമ മൈതാനത്തിൽ എത്തിച്ചേരും. CS സുജാത, സംസ്ഥാന കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത നയിക്കുന്ന കൊടിമര ജാഥ അതല്പസമയം മുമ്പാണ് ശൂരനാട് രക്തസാക്ഷികളുടെ, ശൂരനാട് കലാപ ഭൂമിയിൽ നിന്ന് അതിന്റെ പ്രയാണം തുടങ്ങിയത്. അവിടെ MA ബേബി, CPM പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയാണ് ആ കൊടിമര ജാഥ CS സുജാതയ്ക്ക് ഉദ്ഘാടനം ചെയ്തത്. അവിടെ PK ബിജു ക്യാപ്റ്റനോട് ദീപശിഖ റാലി
വയലാറിൽ നിന്ന് കഴിഞ്ഞ ദിവസം ആരംഭിച്ചിട്ടുണ്ട്. അതും ഈ 3 ജാഥകളും പതാക, കൊടിമര, ദീപശിഖ ജാഥകൾ, റാലികൾ ഇവിടെ ഈ ആശാ മൈതാനത്ത് പൊതുസമ്മേളന വേദിയായ ആശാ മൈതാനത്ത് വൈകുന്നേരം 5 മണിയോടുകൂടി സംഗമിക്കും. അവിടെ സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ KN ബാലഗോപാൽ പാർട്ടി പതാക ഉയർന്നതോടുകൂടി CPM സംസ്ഥാന സമ്മേളനത്തിന് കൊടിയുയർന്നതായുള്ള ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. നാളെ പൊതുസമ്മേളനം CPMന്റെ പൊളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ സീതാറാം യെച്ചൂരിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. വലിയ സംഘടനാ വിഷയങ്ങൾ CPMൽ ചർച്ച ചെയ്യാറുണ്ട്. തുടർഭരണം ഉറപ്പിച്ചാണ് സർക്കാർ CPM മുന്നോട്ട് പോകുന്നത്. നേതാക്കളൊക്കെ സംസാരിക്കുമ്പോൾ, അത് സഭയ്ക്കകത്തും പുറത്തുമൊക്കെ സംസാരിക്കുമ്പോൾ തുടർഭരണം കേരള ജനത ചർച്ച ചെയ്യുന്നു, ആഗ്രഹിക്കുന്ന തരത്തിലുള്ള എന്ന മട്ടിലുള്ള പ്രഖ്യാപനങ്ങളാണ് CPM നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അത് തുടർഭരണത്തിലേക്ക് എത്താനുള്ള വഴികൾ ഈ സമ്മേളനം ചർച്ച ചെയ്യും. ഈ കഴിഞ്ഞ എറണാകുളം സമ്മേളനത്തിന് ശേഷം സംഘടനാ ദൌർബല്യങ്ങൾ, സംഘടന എങ്ങനെയൊക്കെ മെച്ചപ്പെടണം, പാർട്ടി അംഗങ്ങൾ ഉൾപ്പെട്ട വിവാദങ്ങൾ അതെങ്ങനെ മറികടക്കാം തുടങ്ങി വിശദമായ ചർച്ചകളും വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളുമാണ് CPM സമ്മേളനങ്ങളുടെ കാതൽ. അതാകും ഇനിയുള്ള 5 ദിവസം കൊല്ലത്ത് ഈ സമ്മേളന വേദികളിൽ ഉയരാൻ പോകുന്നത്. വലിയ വിപുലമായ ഒരു പൊതുസമ്മേളനവും റെഡ് വോളണ്ടിയർ പരേഡും റാലിയുമൊക്കെ CPM ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഭവ്യ, തീർച്ചയായും വി അരുണാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. എന്തായാലും ഈ കയറും കശുവണ്ടിയും അടക്കമുള്ള പരമ്പരാഗത അസംഘടിത തൊഴിലാളികളുടെ ഈറ്റില്ലമാണ് കൊല്ലം, നമുക്കറിയാം. എന്തായാലും ഈ സ്ഥലത്ത് ഈ അസംഘടിത തൊഴിലാളികളുടെ ഈറ്റില്ലമായ കൊല്ലത്ത് തന്നെ ഈ സമ്മേളനം നടക്കുമ്പോൾ മറുവശത്ത് ഇങ്ങ് തിരുവനന്തപുരത്ത് രാപ്പകൽ പട്ടിണി സമരം നടത്തുന്ന ആശമാരുണ്ട്. അവരെയും കാണാതെ പോയിക്കൂടെ, അത് കാണുമെന്നുള്ള പ്രതീക്ഷയും നമുക്കുണ്ട്. എന്തായാലും നന്ദി. വി അരുണാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. കേരളത്തിലെ വികസന സാധ്യതകൾ CPM സമ്മേളനത്തിൽ ചർച്ചയാകുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. സംഘടനാ രംഗത്ത് വരുത്തേണ്ട മാറ്റങ്ങളും സർക്കാരിന്റെ മുന്നോട്ടു പോക്കും ചർച്ചയാകും. പിണറായി സർക്കാരിന്റെ തുടർച്ചയുണ്ടാകുമെന്നതാണ് പൊതുവികാരമെന്നും KN ബാലഗോപാൽ പറഞ്ഞു. ഇപ്പോൾ ഷഹബാസ് കൊലക്കേസിൽ പ്രതികളായ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന സ്ഥലത്ത് വലിയ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധത്തിലേക്ക് ജുവനൈൽ ജസ്റ്റിസ് ഹോമിന്റെ മുൻപിലാണ് ഇപ്പോൾ പ്രതിഷേധം. MSFും KSU പ്രവർത്തകരുമാണ് പ്രതിഷേധം നടത്തുന്നത്. കഴിഞ്ഞ ദിവസവും സമാനമറ്റും കഴിഞ്ഞ തിങ്കളാഴ്ച SSLC പരീക്ഷ ആരംഭിച്ച അന്ന് തന്നെ പ്രതികൾ പരീക്ഷ എഴുതിയ ജുവനൈൽ ജസ്റ്റിസ് ഹോമിന് മുൻപിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. സമാനമായി ഇന്നും SSLC 2ാം പരീക്ഷാ ദിനമാണ്. ഈ ദിവസവും വലിയ പ്രതിഷേധവുമായി MSF പ്രവർത്തകരാണിപ്പോൾ സ്ഥലത്ത് എത്തിയെന്ന് മനസ്സിലാക്കുന്നു. പോലീസുമായി വലിയ ഉന്തും തള്ളുമുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് ഹോമിന് മുൻപിൽ രാവിലെ തന്നെ വലിയ പോലീസിന്റെ സുരക്ഷയുണ്ടായിരുന്നു. ആ സ്ഥലത്ത് ജുവനൈൽ ജസ്റ്റിസ് ഹോമിന് മുൻപിൽ തന്നെയാണ് ഇന്ന് SSLC പരീക്ഷയുടെ 2ാം ദിവസമായ ഇന്ന് വലിയ പ്രതിഷേധം നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. പോലീസുമായി പ്രവർത്തകർ ഉന്തും തള്ളും നടത്തുകയാണ്. MSF പ്രവർത്തകരുടെ പ്രതിഷേധമാണ് കാണുന്നത്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നുണ്ട്. മുദ്രാവാക്യ വിളികളുമായി വലിയ പ്രതിഷേധമാണ് കോഴിക്കോട് ജുവനൈൽ ജസ്റ്റിസ് ഹോമിന് മുൻപിൽ നടക്കുന്നത്. കോഴിക്കോട് വെള്ളിമാടത്ത് ജുവനൈൽ ജസ്റ്റിസ് ഹോമിന് മുൻപിലാണ് ഈ വലിയ പ്രതിഷേധം. Hey,
വെള്ളിമാടുകുന്ന് ജുവനൽ ഹോമിലേക്ക് MSF മാർച്ചിൽ വലിയ സംഘർഷം. KSU MSF മാർച്ചാണ് നടക്കുന്നത്. പ്രതികളായ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കം കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടായിരുന്നു. വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. സമാനമായി ഇന്നും SSLC രണ്ടാം പരീക്ഷാ ദിനത്തിൽ MSF KSU പ്രവർത്തകരുടെ മാർച്ച് പ്രതിഷേധമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് നിന്നും സജീവ് സി വാര്യർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സജീവ്, സമാനമായ രണ്ടാം ദിവസവും ജുവനൈൽ ഹോമിന് മുൻപിൽ വലിയ പ്രതിഷേധം അല്ലെ? ശ്രീജ, കാര്യമായ പ്രതിഷേധങ്ങൾ തന്നെയാണ് നടക്കുന്നത്. പ്രത്യേകിച്ചും MSF, SFI, KSU പ്രവർത്തകരുടെ മാർച്ചാണ് നടന്നത്. ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. റോഡിൽ കിടന്ന പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന ഘട്ടമുണ്ടായി. വെള്ളിമാടുകുന്ന് ഈ പാതയിൽ ഗതാഗതം നേരിയ തോതിൽ സ്തംഭിച്ചിരുന്നു. ഇപ്പോൾ പ്രവർത്തകരെല്ലാം അറസ്റ്റ് ചെയ്ത് മാറ്റുകയാണ്. ബലം പ്രയോഗിച്ച് മാറ്റേണ്ട അവസ്ഥയിലാണ്. വലിയ തോതിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ആദ്യ പരീക്ഷാ ദിവസവും ഇതുപോലെ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിനകത്ത് പ്രത്യേകം തയ്യാറാക്കിയ പരീക്ഷാ കേന്ദ്രത്തിലാണ് കുട്ടികളുടെ പരീക്ഷ നടക്കുന്നത്. ഇന്ന് 6ാമത്തെ പ്രതിയും പരീക്ഷ എഴുതുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് വീണ്ടും പ്രവർത്തകർ മാർച്ചുമായി എത്തിയത്. ഷഹബാസിന് നീതി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രവർത്തകരുടെ മാർച്ച്. അതേസമയം അവരുടെ കൊല്ലപ്പെട്ട ഷഹബാസിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളായ കുട്ടികളും എല്ലാം തന്നെ സങ്കടക്കടലിൽ നിൽക്കുമ്പോൾ ഇവർക്ക് പരീക്ഷയ്ക്ക് സംരക്ഷണം നിഷേധം. പക്ഷെ നമ്മൾ ഓർക്കേണ്ടത് ജുവനൈൽ കോടതിയുടെ അനുവാദത്തോടു കൂടിയാണ് ഈ പരീക്ഷ നടക്കുന്നത്. പരീക്ഷ എഴുതാൻ ജുവനൈൽ ബോർഡും ജുവനൈൽ കോടതിയും അനുമതി നൽകിയിരുന്നു. അതിനുവേണ്ടി പ്രത്യേകം ഏർപ്പെടുത്തുന്നതിനും അനുമതി ലഭിച്ചിരുന്നു. അത് പ്രകാരം നിയമപ്രകാരമുള്ള ഒരു നടപടിയായാണ് ഈ കുട്ടികളെ പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിനെതിരെ ആണ് പ്രതിഷേധം നടക്കുന്നത്. പ്രതിഷേധിക്കുന്ന കുട്ടികളെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിന് മുൻപിലാണ് KSU MSF മാർച്ച് നടക്കുന്നത്. പ്രതികൾ പരീക്ഷ എഴുതുന്നതിലാണ് പ്രതിഷേധം. സമാനമായി കഴിഞ്ഞ ദിവസം SSLC പരീക്ഷ ആരംഭിച്ച ദിവസവും വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഇപ്പോഴിതാ KSU MSF പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. സ്ഥലത്ത് വലിയ സംഘർഷാവസ്ഥ നിലനിന്നിരുന്നു. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് ഇന്ന് ദേശാഭിമാനിയുടെ എഡിറ്റ് പേജിൽ മുഖ്യമന്ത്രിയുടെ ലേഖനം വന്നിരിക്കുന്നത്. പല സംസ്ഥാനങ്ങളിലും BJP അധികാരത്തിലെത്തിച്ചത് കോൺഗ്രസാണ്. ഇല്ലാത്ത ശക്തിയുണ്ടെന്ന് കാട്ടി മതനിരപേക്ഷ വോട്ടുകളെ കോൺഗ്രസ് ഭിന്നിപ്പിച്ചു. ദില്ലിയിലെ BJP വിജയത്തിന് കാരണം കോൺഗ്രസ് ആണെന്ന് പറയുക മാത്രമല്ല, യഥാർത്ഥ മതനിരപേക്ഷ പാർട്ടികൾക്ക് എങ്ങനെയാണ് കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയുക എന്നൊരു ചോദ്യം, അത് ലീഗിനെ മുൻനിർത്തിയാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്. വിവരങ്ങളുമായി VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഇന്ന് ഈ സമ്മേളനം തുടങ്ങാനിരിക്കെയാണ് BJPക്ക് മണ്ണൊരുക്കുന്ന കോൺഗ്രസ് എന്ന തലക്കെട്ടോടെ വളരെ രൂക്ഷമായ വിമർശനങ്ങളുമായി ലേഖനം വന്നിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ മുഖ്യമന്ത്രി പറയുന്നത്? കോൺഗ്രസിന് രൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രിയുടെ ലേഖനത്തിൽ ഉള്ളത്. BJPക്ക് മണ്ണൊരുക്കുന്ന കോൺഗ്രസ് പലപ്പോഴും മുഖ്യമന്ത്രി പ്രസംഗങ്ങളിലൊക്കെ പരാമർശിക്കുന്ന കാര്യമാണ്. പക്ഷേ അതിരൂക്ഷ വിമർശന രൂപത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഈ ദേശാഭിമാനി ലേഖനത്തിൽ ഉള്ളത്. പ്രധാനമായും അദ്ദേഹം പറയുന്നത് പല സംസ്ഥാനങ്ങളിലും BJP അധികാരത്തിലെത്തിച്ചത് കോൺഗ്രസ് ആണ്. ഇല്ലാത്ത ശക്തി ഉണ്ടെന്ന് കാട്ടി മതനിരപേക്ഷ വോട്ടുകൾ കോൺഗ്രസ് ഭിന്നിപ്പിക്കുക. ഇതിന്റെ ഗുണം കിട്ടിയത് BJPക്കാണ്. ദില്ലിയിലെ BJP വിജയത്തിന് കാരണവും കോൺഗ്രസ് ആണ്. ഇക്കാര്യം ലീഗ് ആലോചിക്കണമെന്നാണ് മുഖ്യമന്ത്രി ലേഖനത്തിൽ വ്യക്തമാക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ലീഗും കൂടി ആലോചിക്കണം. യഥാർത്ഥ മതനിരപേക്ഷ പാർട്ടികൾക്ക് കോൺഗ്രസിനെ വിശ്വസിക്കാനാകുമോ എന്ന് മുഖ്യമന്ത്രി ലേഖനത്തിൽ ചോദിക്കുന്നു. മുസ്ലിം ലീഗിനെ പോലുള്ള പാർട്ടികൾ അത് ആലോചിക്കണം. കോൺഗ്രസിന്റെ വാക്ക് ഒരു വഴിക്കും പ്രവൃത്തി മറ്റൊരു വഴിക്കുമാണെന്ന് മുഖ്യമന്ത്രിയുടെ വിമർശനമുണ്ട്. സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് ഇത്തരം ഒരു ലേഖനം ദേശാഭിമാനിയിൽ പിണറായി വിജയൻ എഴുതിയത്.
വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രിയുടെ ലേഖനം. BJP അധികാരത്തിലെത്തിച്ചത് കോൺഗ്രസ് ആണെന്ന വിമർശനം തൊട്ട് എങ്ങനെയാണ് മതനിരപേക്ഷ പാർട്ടികൾക്ക് കോൺഗ്രസിനെ വിശ്വസിക്കാനാവുക എന്നും CPM സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ മുഖ്യമന്ത്രി. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അതിലേക്ക് പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് കേരളത്തെക്കുറിച്ച് വന്നിരിക്കുന്നു. അത് ഇന്ത്യ ടുഡേ നടത്തിയ സർവേ. അതിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് 42% വോട്ടും CPMന് 30% വോട്ടുമാണ്. ഞങ്ങൾക്ക് 110 സീറ്റ് കിട്ടും എന്നാണ് ഇന്ത്യ ടുഡേയുടെ സർവേയിൽ പറഞ്ഞിരിക്കുന്നത്. ആകെ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് കേരളത്തെക്കുറിച്ച് വന്ന ഏക സർവേയാണ്. ഇതൊരു ഇംഗ്ലീഷ് പത്രം തട്ടിപ്പ് ഫേക്കായിട്ട് ഉണ്ടാക്കിയ സാധനമാണ്. അതിനെതിരായിട്ട് AICC ലീഗൽ നടപടികൾ എടുക്കുകയാണ് അവർക്കെതിരായിട്ട്. AICC പറഞ്ഞ് AICCയുടെ റിപ്പോർട്ടാണെന്ന് പറഞ്ഞ് ഇല്ലാത്തൊരു റിപ്പോർട്ട് ഉണ്ടാക്കി ഒരു ഇംഗ്ലീഷ് പത്രം കാണിച്ചിരിക്കുന്ന കാപട്യമാണ് CPMനെ സഹായിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു കനകോല് റിപ്പോർട്ടും ഇവിടെ ഇല്ല. അത് ഞങ്ങൾ ഇന്നലെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കിയല്ലോ. ഞങ്ങൾ നിയമ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകാൻ ആ സ്ഥാപനത്തിനെതിരായി, ഈ ഫേക്ക് ന്യൂസിനെതിരായിട്ട്. ഞങ്ങൾ ഈ ഇന്ത്യ ടുഡേയുടെ സർവേ പോലും ഞങ്ങൾ ആഘോഷിച്ചില്ല. ഞാനൊന്നും എൻ്റെ ഒരു പോസ്റ്റ് പോലും ഇട്ടില്ല. എന്താ കാരണം? അല്ല, അതൊരു സർവേയാണ്, അവരുടെ റിപ്പോർട്ടാണ്. ഞങ്ങൾ കഠിനാധ്വാനം ചെയ്ത് ഞങ്ങൾ 100 സീറ്റിലധികം ോടുകൂടി ഞങ്ങൾ അധികാരത്തിൽ വരും. കഠിനാധ്വാനം ചെയ്ത് കണ്ടീഷനിലാണ്. കഠിനാധ്വാനം ചെയ്താൽ നല്ല വിജയം ഉണ്ടാവുള്ളൂ. ആ കഠിനാധ്വാനം ചെയ്ത് ഞങ്ങൾ 100 സീറ്റിനധികം അധികാരത്തിൽ വരും. അതാണ് UDFന്റെ കഴിഞ്ഞ ഒരു ദിവസം മുഴുവൻ ചേർന്ന യോഗത്തിൻ്റെ തീരുമാനവും ഞങ്ങളുടെ ആത്മവിശ്വാസവും അത് തന്നെയാണ്. ഞങ്ങൾ ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾ ഓൾട്ടർനേറ്റീവ് പറയും. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്തു ചെയ്യും എന്ന് ഞങ്ങൾക്ക് ഓരോ കാര്യത്തിനും കൃത്യമായ വ്യക്തതയുണ്ട്. പ്രതിപക്ഷ നേതാവ് സംസാരിക്കുകയായിരുന്നു. തത്സമയമാണ് കണ്ടത്. മറ്റു വാർത്തയിലേക്ക്. ആശാ വർക്കർമാർക്ക് ഏറ്റവും അധികം ഓണറേറിയം നൽകുന്ന സംസ്ഥാനത്തെ സംബന്ധിച്ചുള്ള തർക്കത്തിൽ മന്ത്രി വീണ ജോർജിന്റെ വാദം പൊളിയുന്നു. സിക്കിമിലെ ആശാ വർക്കർമാരുടെ ഓണറേറിയം 10,000 രൂപ തന്നെ. കേരളത്തിൽ ലഭിക്കുന്നത് 7,000 രൂപ മാത്രം. ഇത് സംബന്ധിച്ച രേഖകൾ ന്യൂസ് 18 ലഭിച്ചു. സർ, ഓണറേറിയത്തിന്റെ കാര്യത്തിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ്. സർ ഇവിടെ ഓണറേറിയം സംസ്ഥാനം നൽകുന്നത് 7,000 രൂപയാണ്. ഡീൻ കുര്യാക്കോസ് MP ലോക്സഭയിൽ ലഭിച്ച മറുപടി ചൂണ്ടിക്കാണിച്ചാണ് രാഹുൽ മാക്കൂട്ടത്തിൽ മന്ത്രി വീണ ജോർജിനെതിരെ രംഗത്തെത്തിയത്. ആശമാരുടെ സിക്കിമിലെ ഓണറേറിയം 10,000 രൂപയാണ് എന്ന MLAയുടെ വാദം പക്ഷേ ആരോഗ്യമന്ത്രി അംഗീകരിച്ചില്ല. തന്റെ കയ്യിൽ സിക്കിം സർക്കാരിന്റെ ഉത്തരവുണ്ട്. അതിൽ ഓണറേറിയമായി കാണിച്ചിരിക്കുന്നത് 6,000 രൂപയാണ്. അത് വിശ്വസിക്കുക എന്നത് മാത്രമാണ് തൽക്കാലം ചെയ്യാൻ പറ്റുന്നത് എന്നും മന്ത്രി പറഞ്ഞു. 2022 ഒക്ടോബർ 1 മുതൽ സിക്കിമിലെ ആശാവർക്കർമാരുടെ ഓണറേറിയം 10,000 രൂപയാക്കി ഉയർത്തിയ ഉത്തരവിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. എന്നാൽ ഈ തുക കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുൻപാണ് നൽകി തുടങ്ങിയത് എന്ന് ന്യൂസ് 18 സിക്കിം പ്രതിനിധി സൃഷ്ടി പ്രധാൻ റിപ്പോർട്ട് ചെയ്യുന്നു. 10,000 to the ASHA workers per month. This has been notified many years ago, but then since last year, 2024, the CM, Chief Minister Prem Singh Ramu, announced this last year, and then he's been paying it to the ASHA workers. ഇതോടൊപ്പം ആന്ധ്രാപ്രദേശ് 10,000 രൂപയാണ് ഓണറേറിയമായി കാണിച്ചിരിക്കുന്നത്. കർണാടകയും സമാനമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. മറ്റു ചില സംസ്ഥാനങ്ങൾ കേരളത്തെക്കാൾ കൂടുതൽ ആനുകൂല്യം നൽകുന്നതായും അവകാശവാദം ഉന്നയിക്കുന്നു. ആശമാരുടെ സമരം കൂടുതൽ ജനശ്രദ്ധയാകർഷിക്കുന്ന സാഹചര്യത്തിൽ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ തുക കേരളം നൽകുന്നു എന്നായിരുന്നു ഭരണപക്ഷത്തിന്റെ വാദം. എന്നാൽ ആരോഗ്യമന്ത്രിയുടെ വാദം പൊളിഞ്ഞത് സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ആശാ വർക്കേഴ്സ് അസോസിയേഷന്റെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ അനിശ്ചിതകാല രാപ്പകൽ സമരം 24ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ വാദപ്രതിവാദങ്ങളുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ. ആശമാർക്കുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാണ് സർക്കാർ നിലപാടെന്നും കേന്ദ്ര അവഗണന മൂലമുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിന് വിലങ്ങുതടിയെന്നും സംസ്ഥാനം വ്യക്തമാക്കി. എന്നാൽ ബജറ്റ് വിഹിതത്തിന് പുറമെ കേരളത്തിന് അധിക തുക നൽകിയെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് സുരേഷ് ഗോപി കണക്കുകൾ പുറത്തുവിട്ടത്. അതേസമയം ഓണറേറിയം വർദ്ധിപ്പിക്കുക അടക്കമുള്ള ആവശ്യങ്ങൾ നടപ്പിലാക്കും വരെ സമരം തുടരാനാണ് ആശാപ്രവർത്തകരുടെ തീരുമാനം. ആശാവർക്കർമാരുടെ സമരത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ ധനമന്ത്രി KN ബാലഗോപാൽ തെറ്റിദ്ധാരണ പരത്തുന്ന സുരേഷ് ഗോപി വിഷയത്തിൽ
തെറ്റിദ്ധാരണ പരത്തുകയാണ് സുരേഷ് ഗോപി വിഷയത്തിൽ രാഷ്ട്രീയം കളിക്കരുത്. സഹായം കിട്ടാൻ കേരളം പിന്നോക്കമെന്ന് പ്രഖ്യാപിക്കണമെന്നും ഒരു കേന്ദ്രമന്ത്രി നേരത്തെ ആവശ്യപ്പെട്ടു. പിന്നോക്കമായിട്ട് കേരളത്തിന് ഔദാര്യം വേണ്ടെന്നും കെ എൻ ബാലഗോപാൽ. ഇതിന്റെ കാര്യത്തിനകത്ത് ആശാവർക്കേഴ്സിന്റെ കാര്യത്തിനകത്ത് കേരളം കൊടുക്കുന്നതിന് അത്രയും വേറെ സംസ്ഥാനം കൊടുക്കുന്നില്ല. അത് വലിയ അവകാശവാദമായിട്ടൊന്നും പറയുന്നതല്ല. കേരളത്തിലെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്, അങ്ങനെ കൊടുക്കും. അതിനകത്ത് തരാനുള്ള പണം എല്ലാം തന്നു. കേരളത്തിന്റെ മിസ്മാനേജ്മെന്റ് ആണ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഈ കാര്യം പഠിക്കുന്നുണ്ടോ എന്ന് നിങ്ങളും ചിന്തിക്കില്ലേ? കാര്യം കാണുന്നവരെല്ലാം ചിന്തിക്കും. അപ്പൊ ഇങ്ങനെ വന്ന് പറയാൻ പാടില്ല. ഇവിടെ വന്നിട്ട് അവിടെ പോയി ഞാൻ അവിടെ ഇതിനായിട്ടാണ് ഡൽഹിക്ക് പോകുന്നത്. എനിക്കൊരു വ്യക്തിയെ അങ്ങനെ പറയുന്ന രീതിയൊന്നും സ്വഭാവമില്ല. പക്ഷെ അവിടെ വന്നിട്ട് ഞാൻ ഇതിനായിട്ടാണ് ഡൽഹിക്ക് പോകുന്നത് എന്ന് പറഞ്ഞ് പോവാ. എന്നിട്ട് അവിടെ ചെന്നൊരു സ്റ്റേറ്റ്മെന്റ് വന്നു. കേന്ദ്രത്തിന്റെ ഒരു മന്ത്രി സംസ്ഥാനത്ത് വന്നിട്ട് ആളുകളുടെ ആശാവർക്കേഴ്സിന്റെ അടുത്ത് ഉൾപ്പെടെ പോയിട്ട് ഇങ്ങനെയാണെന്നൊരു തെറ്റിദ്ധാരണ വരുത്തരുത്. അപ്പൊ ഞങ്ങൾ ഈ കൊടുത്ത കാര്യങ്ങൾ എന്താ? ഞങ്ങൾ ഈ പറഞ്ഞ ജയ്സാൽമീർ മീറ്റിംഗിലും അതിനു മുമ്പത്തെ പ്രീ ബഡ്ജറ്റ് മീറ്റിംഗിലും പറഞ്ഞ കാര്യത്തെപ്പറ്റി എന്താ കേന്ദ്രത്തിന്റെ അഭിപ്രായം? ഞാൻ ഇതുവരെ ഇത്തരം കാര്യങ്ങൾ വളരെ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞല്ലാതെ അതിനപ്പുറം പറഞ്ഞിട്ടില്ല. ഇത് ഈ കാര്യം കൂടെ വെച്ചിട്ടാണ് ഞങ്ങൾ കൊടുത്ത മെമ്മോറാണ്ടത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ പറഞ്ഞൊരു കാര്യം. അതിനകത്ത് കേന്ദ്ര ഗവൺമെന്റ് രാഷ്ട്രീയം കളിക്കുന്നതിനകത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ മന്ത്രിമാർ. ഒരിടവേള കൂടി. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് ഇന്ന് ദേശാഭിമാനിയുടെ എഡിറ്റ് പേജിൽ മുഖ്യമന്ത്രിയുടെ ലേഖനം വന്നിരിക്കുന്നത്. പല സംസ്ഥാനങ്ങളിലും ബി ജെ പി അധികാരത്തിലെത്തിച്ചത് കോൺഗ്രസ് ആണ്. ഇല്ലാത്ത ശക്തിയുണ്ടെന്ന് കാട്ടി മതനിരപേക്ഷ വോട്ടുകളെ കോൺഗ്രസ് ഭിന്നിപ്പിച്ചു. ദില്ലിയിലെ BJP വിജയത്തിന് കാരണം കോൺഗ്രസ് ആണെന്ന് പറയുക മാത്രമല്ല, യഥാർത്ഥ മതനിരപേക്ഷ പാർട്ടികൾക്ക് എങ്ങനെയാണ് കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയുക എന്നൊരു ചോദ്യം, അത് ലീഗിനെ മുൻനിർത്തിയാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്. വിവരങ്ങളുമായി VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഇന്ന് ഈ സമ്മേളനം തുടങ്ങാനിരിക്കെയാണ് BJPക്ക് മണ്ണൊരുക്കുന്ന കോൺഗ്രസ് എന്ന തലക്കെട്ടോടെ വളരെ രൂക്ഷമായ വിമർശനങ്ങളുമായി ലേഖനം വന്നിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ മുഖ്യമന്ത്രി പറയുന്നത്? കോൺഗ്രസിന് രൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രിയുടെ ലേഖനത്തിൽ ഉള്ളത്. BJPക്ക് മണ്ണൊരുക്കുന്ന കോൺഗ്രസ് പലപ്പോഴും മുഖ്യമന്ത്രി പ്രസംഗങ്ങളിലൊക്കെ പരാമർശിക്കുന്ന കാര്യമാണ്. പക്ഷേ അതിരൂക്ഷ വിമർശന രൂപത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഈ ദേശാഭിമാനി ലേഖനത്തിൽ ഉള്ളത്. പ്രധാനമായും അദ്ദേഹം പറയുന്നത് പല സംസ്ഥാനങ്ങളിലും BJP അധികാരത്തിലെത്തിച്ചത് കോൺഗ്രസ് ആണ്. ഇല്ലാത്ത ശക്തി ഉണ്ടെന്ന് കാട്ടി മതനിരപേക്ഷ വോട്ടുകൾ കോൺഗ്രസ് ഭിന്നിപ്പിക്കുക. ഇതിന്റെ ഗുണം കിട്ടിയത് BJPക്കാണ്. ദില്ലിയിലെ BJP വിജയത്തിന് കാരണവും കോൺഗ്രസ് ആണ്. ഇക്കാര്യം ലീഗ് ആലോചിക്കണമെന്നാണ് മുഖ്യമന്ത്രി ലേഖനത്തിൽ വ്യക്തമാക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ലീഗും കൂടി ആലോചിക്കണം. യഥാർത്ഥ മതനിരപേക്ഷ പാർട്ടികൾക്ക് കോൺഗ്രസിനെ വിശ്വസിക്കാനാകുമോ എന്ന് മുഖ്യമന്ത്രി ലേഖനത്തിൽ ചോദിക്കുന്നു. മുസ്ലിം ലീഗിനെ പോലുള്ള പാർട്ടികൾ അത് ആലോചിക്കണം. കോൺഗ്രസിന്റെ വാക്ക് ഒരു വഴിക്കും പ്രവൃത്തി മറ്റൊരു വഴിക്കുമാണെന്ന് മുഖ്യമന്ത്രിയുടെ വിമർശനമുണ്ട്. സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് ഇത്തരമൊരു ലേഖനം ദേശാഭിമാനിയിൽ പിണറായി വിജയൻ എഴുതിയത്. VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രിയുടെ ലേഖനം. BJP അധികാരത്തിലെത്തിച്ചത് കോൺഗ്രസ് ആണെന്ന വിമർശനം തൊട്ട് എങ്ങനെയാണ് മതനിരപേക്ഷ പാർട്ടികൾക്ക് കോൺഗ്രസിനെ വിശ്വസിക്കാനാവുക എന്നും CPM സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ മുഖ്യമന്ത്രി ചോദിക്കണം. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് ഇന്ന് ദേശാഭിമാനിയുടെ എഡിറ്റ് പേജിൽ മുഖ്യമന്ത്രിയുടെ ലേഖനം വന്നിരിക്കുന്നത്. പല സംസ്ഥാനങ്ങളിലും BJP അധികാരത്തിലെത്തിച്ചത് കോൺഗ്രസ് ആണ്. ഇല്ലാത്ത ശക്തിയുണ്ടെന്ന് കാട്ടി മതനിരപേക്ഷ വോട്ടുകളെ കോൺഗ്രസ് ഭിന്നിപ്പിച്ചു. ദില്ലിയിലെ BJP വിജയത്തിന് കാരണം കോൺഗ്രസ് ആണെന്ന് പറയുക മാത്രമല്ല, യഥാർത്ഥ മതനിരപേക്ഷ പാർട്ടികൾക്ക് എങ്ങനെയാണ് കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയുക എന്നൊരു ചോദ്യം, അത് ലീഗിനെ മുൻനിർത്തിയാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്. വിവരങ്ങളുമായി VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഇന്ന് ഈ സമ്മേളനം തുടങ്ങാനിരിക്കെയാണ് BJPക്ക് മണ്ണൊരുക്കുന്ന കോൺഗ്രസ് എന്ന തലക്കെട്ടോടെ വളരെ രൂക്ഷമായ വിമർശനങ്ങളുമായി ലേഖനം വന്നിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ മുഖ്യമന്ത്രി പറയുന്നത്? കോൺഗ്രസിന് രൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രിയുടെ ലേഖനത്തിൽ ഉള്ളത്. BJPക്ക് മണ്ണൊരുക്കുന്ന കോൺഗ്രസ് പലപ്പോഴും മുഖ്യമന്ത്രി പ്രസംഗങ്ങളിലൊക്കെ പരാമർശിക്കുന്ന കാര്യമാണ്. പക്ഷേ അതിരൂക്ഷ വിമർശന രൂപത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഈ ദേശാഭിമാനി ലേഖനത്തിൽ ഉള്ളത്. പ്രധാനമായും അദ്ദേഹം പറയുന്നത് പല സംസ്ഥാനങ്ങളിലും BJP അധികാരത്തിലെത്തിച്ചത് കോൺഗ്രസ്. തിരികെ വാർത്തയിലേക്ക്. SDPIയും പോപ്പുലർ ഫ്രണ്ടും തമ്മിൽ അവിശുദ്ധ ബന്ധമെന്ന് ED. ഇരു സംഘടനകളും തമ്മിൽ ആഴത്തിൽ ബന്ധമുണ്ടെന്നാണ് EDയുടെ കണ്ടെത്തൽ. SDPI നേതാവ് MK ഫൈസിയുടെ റിമാൻഡ് റിപ്പോർട്ടിലാണ് നിർണായക വിവരം. കള്ളപ്പണം
വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസിലാണ് ED SDPI നേതാവ് MK ഫൈസിയെ അറസ്റ്റ് ചെയ്തത്. ഡൽഹി കോടതിയിൽ ED സമർപ്പിച്ച റിമാൻഡ് നോട്ടീസിലെ വിവരങ്ങളിലാണ് SDPI PFI അവിശുദ്ധ കൂട്ടുകെട്ട് സംബന്ധിച്ച നിർണായക വിവരങ്ങൾ. SDPIയുടെ സാമ്പത്തിക ഇടപാടുകൾ നിയന്ത്രിച്ചത് പോപ്പുലർ ഫ്രണ്ടാണ്. PFI SDPIക്ക് 4 കോടി രൂപയോളം തെരഞ്ഞെടുപ്പ് ഫണ്ട് നൽകിയതിന്റെ തെളിവുകൾ ലഭിച്ചു. SDPI സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് PFI ആണ്. ഗൾഫിൽ നിന്നടക്കം ഹവാല പണമെത്തിയെന്നും ED വ്യക്തമാക്കി. MK ഫൈസിയുടെ അറിവോടെയാണ് ഇടപാടുകൾ നടന്നത്. 12 തവണ നോട്ടീസ് നൽകിയിട്ടും ഫൈസി ഹാജരായില്ല. കേസിൽ 61.72 കോടിയുടെ സ്വത്ത് കണ്ടുകെട്ടിയെന്നും ED അറിയിച്ചു. SDPI ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് PFIയെ ഉപയോഗപ്പെടുത്തി. റമദാൻ കളക്ഷന്റെ പേരിലും പണം സ്വരൂപിച്ചെന്നും ED ആരോപിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. സിനിമാ സമരം ഒഴിവാക്കാൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സർക്കാർ അറിയിച്ചതിന് പിന്നാലെ യോഗം ചേരാൻ ഒരുങ്ങി ഫിലിം ചേംബർ. രാവിലെ 11 മണിക്ക് കൊച്ചിയിൽ യോഗം ചേരും. സർക്കാരിന് സമർപ്പിക്കേണ്ട ആവശ്യങ്ങൾ ചർച്ച ചെയ്യും. GSTക്കൊപ്പമുള്ള വിനോദ നികുതി പിൻവലിക്കുക, താരങ്ങളുടെ വലിയ പ്രതിഫലം വെട്ടിക്കുറയ്ക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്താൻ തീരുമാനിച്ചത്. ജൂൺ 1 മുതൽ സംസ്ഥാനത്തെ എല്ലാ സിനിമാ പ്രവർത്തനങ്ങളും നിർത്തിവെക്കുന്ന രീതിയിലാണ് സമരം പ്രഖ്യാപിച്ചത്. സമരത്തിന് യാതൊരുവിധ പിന്തുണയും ഉണ്ടാവില്ലെന്ന് താരസംഘടനയായ അമ്മ നിലപാടെടുത്തിരുന്നു. സംസ്ഥാനത്ത് ഉയരുന്ന റാഗിംഗ് കേസുകളുടെ പശ്ചാത്തലത്തിൽ നൽകിയ പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് ഇന്ന് പരിഗണിക്കും. സംസ്ഥാന നിയമസേവന അതോറിറ്റി നൽകിയ ഹർജിയാണ് ചീഫ് ജസ്റ്റിസ് നിതിൻ ജംബർ, ജസ്റ്റിസ് C ജയചന്ദ്രൻ എന്നിവർ ഉൾപ്പെട്ട പ്രത്യേക ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നത്. റാഗിംഗ് കേസുകളിൽ സംസ്ഥാന സർക്കാർ കർശന നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നിയമസേവന അതോറിറ്റിയുടെ ഹർജിയിലെ ആക്ഷേപം. ഇതോടുകൂടി 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം TG സജിത്ത് ചേരും ന്യൂസ് ട്രെൻഡ്സിൽ. നമസ്കാരം. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് ഇന്ന് ദേശാഭിമാനിയുടെ എഡിറ്റ് പേജിൽ മുഖ്യമന്ത്രിയുടെ ലേഖനം വന്നിരിക്കുന്നത്. പല സംസ്ഥാനങ്ങളിലും ബി ജെ പി അധികാരത്തിലെത്തിച്ചത് കോൺഗ്രസ് ആണ്. ഇല്ലാത്ത ശക്തിയുണ്ടെന്ന് കാട്ടി മതനിരപേക്ഷ വോട്ടുകളെ കോൺഗ്രസ് ഭിന്നിപ്പിച്ചു. ദില്ലിയിലെ BJP വിജയത്തിന് കാരണം കോൺഗ്രസ് ആണെന്ന് പറയുക മാത്രമല്ല, യഥാർത്ഥ മതനിരപേക്ഷ പാർട്ടികൾക്ക് എങ്ങനെയാണ് കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയുക എന്നൊരു ചോദ്യം, അത് ലീഗിനെ മുൻനിർത്തിയാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്. വിവരങ്ങളുമായി VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഇന്ന് ഈ സമ്മേളനം തുടങ്ങാനിരിക്കെയാണ് BJPക്ക് മണ്ണൊരുക്കുന്ന കോൺഗ്രസ് എന്ന തലക്കെട്ടോടെ വളരെ രൂക്ഷമായ വിമർശനങ്ങളുമായി ലേഖനം വന്നിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ മുഖ്യമന്ത്രി പറയുന്നത്? കോൺഗ്രസിന് രൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രിയുടെ ലേഖനത്തിൽ ഉള്ളത്. BJPക്ക് മണ്ണൊരുക്കുന്ന കോൺഗ്രസ് പലപ്പോഴും മുഖ്യമന്ത്രി പ്രസംഗങ്ങളിലൊക്കെ പരാമർശിക്കുന്ന കാര്യമാണ്. പക്ഷേ അതിരൂക്ഷ വിമർശന രൂപത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഈ ദേശാഭിമാനി ലേഖനത്തിൽ ഉള്ളത്. പ്രധാനമായും അദ്ദേഹം പറയുന്നത് പല സംസ്ഥാനങ്ങളിലും BJP അധികാരത്തിലെത്തിച്ചത് കോൺഗ്രസ് ആണ്. ഇല്ലാത്ത ശക്തി ഉണ്ടെന്ന് കാട്ടി മതനിരപേക്ഷ വോട്ടുകൾ കോൺഗ്രസ് ഭിന്നിപ്പിക്കുക. ഇതിന്റെ ഗുണം കിട്ടിയത് BJPക്കാണ്. ദില്ലിയിലെ BJP വിജയത്തിന് കാരണവും കോൺഗ്രസ് ആണ്. ഇക്കാര്യം ലീഗ് ആലോചിക്കണമെന്നാണ് മുഖ്യമന്ത്രി ലേഖനത്തിൽ വ്യക്തമാക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ലീഗും കൂടി ആലോചിക്കണം. യഥാർത്ഥ മതനിരപേക്ഷ പാർട്ടികൾക്ക് കോൺഗ്രസിനെ വിശ്വസിക്കാനാകുമോ എന്ന് മുഖ്യമന്ത്രി ലേഖനത്തിൽ ചോദിക്കുന്നു. മുസ്ലിം ലീഗിനെ പോലുള്ള പാർട്ടികൾ അത് ആലോചിക്കണം. കോൺഗ്രസിന്റെ വാക്ക് ഒരു വഴിക്കും പ്രവൃത്തി മറ്റൊരു വഴിക്കുമാണെന്ന് മുഖ്യമന്ത്രിയുടെ വിമർശനമുണ്ട്. സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് ഇത്തരമൊരു ലേഖനം ദേശാഭിമാനിയിൽ പിണറായി വിജയൻ എഴുതിയത്. VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രിയുടെ ലേഖനം. BJP അധികാരത്തിലെത്തിച്ചത് കോൺഗ്രസ് ആണെന്ന വിമർശനം തൊട്ട് എങ്ങനെയാണ് മതനിരപേക്ഷ പാർട്ടികൾക്ക് കോൺഗ്രസിനെ വിശ്വസിക്കാനാവുക എന്നും CPM സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ മുഖ്യമന്ത്രി ചോദിക്കണം. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് ഇന്ന് ദേശാഭിമാനിയുടെ എഡിറ്റ് പേജിൽ മുഖ്യമന്ത്രിയുടെ ലേഖനം വന്നിരിക്കുന്നത്. പല സംസ്ഥാനങ്ങളിലും BJP അധികാരത്തിലെത്തിച്ചത് കോൺഗ്രസ് ആണ്. ഇല്ലാത്ത ശക്തിയുണ്ടെന്ന് കാട്ടി മതനിരപേക്ഷ വോട്ടുകളെ കോൺഗ്രസ് ഭിന്നിപ്പിച്ചു. ദില്ലിയിലെ BJP വിജയത്തിന് കാരണം കോൺഗ്രസ് ആണെന്ന് പറയുക മാത്രമല്ല, യഥാർത്ഥ മതനിരപേക്ഷ പാർട്ടികൾക്ക് എങ്ങനെയാണ് കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയുക എന്നൊരു ചോദ്യം, അത് ലീഗിനെ മുൻനിർത്തിയാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്. വിവരങ്ങളുമായി VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഇന്ന് ഈ സമ്മേളനം തുടങ്ങാനിരിക്കെയാണ് BJPക്ക് മണ്ണൊരുക്കുന്ന കോൺഗ്രസ് എന്ന തലക്കെട്ടോടെ
വളരെ രൂക്ഷമായ വിമർശനങ്ങളുമായി ലേഖനം വന്നിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ മുഖ്യമന്ത്രി പറയുന്നത്? കോൺഗ്രസിന് രൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രിയുടെ ലേഖനത്തിൽ ഉള്ളത്. BJPക്ക് മണ്ണൊരുക്കുന്ന കോൺഗ്രസ് പലപ്പോഴും മുഖ്യമന്ത്രി പ്രസംഗങ്ങളിലൊക്കെ പരാമർശിക്കുന്ന കാര്യമാണ്. പക്ഷേ അതിരൂക്ഷ വിമർശന രൂപത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഈ ദേശാഭിമാനി ലേഖനത്തിൽ ഉള്ളത്. പ്രധാനമായും അദ്ദേഹം പറയുന്നത് പല സംസ്ഥാനങ്ങളിലും BJP അധികാരത്തിൽ എത്തിച്ചത് കോൺഗ്രസ് ആണ്. ഇല്ലാത്ത ശക്തി ഉണ്ടെന്ന് കാട്ടി മതനിരപേക്ഷ വോട്ടുകൾ കോൺഗ്രസ് ഭിന്നിപ്പിക്കുക. ഇതിന്റെ ഗുണം കിട്ടിയത് BJPക്കാണ്. ദില്ലിയിലെ BJP വിജയത്തിന് കാരണവും കോൺഗ്രസ് ആണ്. ഇക്കാര്യം ലീഗ് ആലോചിക്കണമെന്നാണ് മുഖ്യമന്ത്രി ലേഖനത്തിൽ വ്യക്തമാക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ലീഗും കൂടി ആലോചിക്കണം. യഥാർത്ഥ മതനിരപേക്ഷ പാർട്ടികൾക്ക് കോൺഗ്രസിനെ വിശ്വസിക്കാനാകുമോ എന്ന് മുഖ്യമന്ത്രി ലേഖനത്തിൽ ചോദിക്കുന്നു. മുസ്ലിം ലീഗിനെ പോലുള്ള പാർട്ടികൾ അത് ആലോചിക്കണം. കോൺഗ്രസിന്റെ വാക്ക് ഒരു വഴിക്കും പ്രവൃത്തി മറ്റൊരു വഴിക്കുമാണെന്ന് മുഖ്യമന്ത്രിയുടെ വിമർശനമുണ്ട്. സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് ഇത്തരമൊരു ലേഖനം ദേശാഭിമാനിയിൽ പിണറായി വിജയൻ എഴുതിയത്. വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രിയുടെ ലേഖനം. BJP അധികാരത്തിലെത്തിച്ചത് കോൺഗ്രസ് ആണെന്ന വിമർശനം തൊട്ട് എങ്ങനെയാണ് മതനിരപേക്ഷ പാർട്ടികൾക്ക് കോൺഗ്രസിനെ വിശ്വസിക്കാനാവുക എന്നും CPM സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ മുഖ്യമന്ത്രി ചോദിക്കണം. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് ഇന്ന് ദേശാഭിമാനിയുടെ എഡിറ്റ് പേജിൽ മുഖ്യമന്ത്രിയുടെ ലേഖനം വന്നിരിക്കുന്നത്. പല ഗുഡ് മോർണിംഗ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ന്യൂസ് ട്രെൻഡ്സിലേക്ക്. വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളാണ് രാഷ്ട്രീയ തലത്തിൽ നടക്കുന്നത്.